എൻ്റെ പേര് ശ്രീസൻ. ഞാൻ ട്രിവാൻഡ്രത്ത് ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. കോവിഡും ലോക്ക്ഡൗണുമായിട്ട് സ്കൂളിൽ പോകാനോ പഠിക്കാനോ പറ്റാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഹെൽപ്ഫുൾ ആകുന്ന ഒരു ഓൺലൈൻ മാത്സ് ക്ലാസ്സിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് ലൈവിൽ വന്നിട്ടുള്ളത്. എൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ ഞാൻ ആവറേജ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു. പൊതുവെ എനിക്ക് മാത്സ് കുറച്ച് ടഫായിരുന്നു. എനിക്ക് ആ ടൈമിൽ വളരെ ഹെൽപ്ഫുൾ ആയത് ഷിനു സാറിൻ്റെ മാത്സ് ക്ലാസ്സാണ്. സാറിപ്പോൾ 10th-ൻ്റെയും +1 +2-ൻ്റെയും ബിടെക്കിൻ്റെയും ഓൺലൈൻ മാത്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. സോ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാർ ബാക്കിയുള്ള ടീച്ചേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പം വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചിങ് സ്റ്റൈലാണ് സാറിൻ്റേത്. സോ വിത്ത് 100% കോൺഫിഡൻറ്റ് ഐ ക്യാൻ റെക്കമെൻഡ് യു ഷിനു സാർ ക്ലാസ് ആൻഡ് ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ് യു വിൽ ബി ഏബിൾ ടു സ്കോർ വെരി ഗുഡ് മാർക്സ് ഇൻ മാത്സ്. സോ ബെസ്റ്റ് വിഷസ്, ബി സേഫ് അറ്റ് ഹോം. താങ്ക് യു. നമസ്കാരം, ഞാൻ ഷിനു. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ISCയിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെയാണ്. ഇൻ്റഗ്രേഷൻ്റെ ബേസിക് ആയിട്ടുള്ള സം റിസൾട്ടുകളാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് റിസൾട്ട് ഇന്റഗ്രൽ dx. ഇന്റഗ്രൽ dx മീൻസ് ഇന്റഗ്രൽ 1 into dx, which means that 1 into integration x എന്നാണ്. അതിൻ്റെ കൂടെ നമ്മൾ സിയും കൂടെ ആഡ് ചെയ്യണം. c is the arbitrary constant. Arbitrary constants means that ഒരു ഫിക്സ്ഡ് കോൺസ്റ്റന്റ് അല്ല, ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന കോൺസ്റ്റന്റുകളെയാണ് ആർബിട്രറി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിസൾട്ട് ഇന്റഗ്രൽ x dx, x²/2 + c. ഇന്റഗ്രൽ x⁻n dx, x⁻n+1/n+1 + c. ഈ റിസൾട്ടിനെ ബേസ് ചെയ്താണ് എബവ് 2 റിസൾട്ടും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് റിസൾട്ട് ഇന്റഗ്രൽ 1/x dx, log mod x + c. റീസൺ log x ന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അതുകൊണ്ട് 1/x ന്റെ ഇന്റഗ്രേഷൻ log mod x. നെക്സ്റ്റ് 1/x² dx -1/x + c, 1/√x dx 2√x + c, ഇന്റഗ്രൽ √x dx 2/3x √x + c, ഇന്റഗ്രൽ e⁻x dx e⁻x + c. നെക്സ്റ്റ് a⁻x ന്റെ ഇന്റഗ്രൽ a⁻x/log a + c. നെക്സ്റ്റ് റിസൾട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ട്രിഗണോമെട്രിക് ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രൽ sin x dx -cos x + c, ഇന്റഗ്രൽ cos x dx sin x + c, ഇന്റഗ്രൽ sec² x dx tan x + c, ഇന്റഗ്രൽ cosec² x dx -cot x + c, ഇന്റഗ്രൽ sec x tan x sec x + c, ഇന്റഗ്രൽ cosec x cot x -cosec x + c. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഉള്ള സം റിസൾട്ടുകളാണ്. അത് പ്രോബ്ലം ചെയ്യാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന റിസൾട്ട് ഇന്റഗ്രൽ x dx, ആൻസർ x²/2 + c. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലീനിയർ ടേം. ലീനിയർ ടേമിനെ നമുക്ക് ജനറൽ ആയിട്ട് ax + b എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എവരി ലീനിയർ ടേം ജനറലി x + ax + b. ഇനി അടുത്തതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇന്റഗ്രൽ ഓഫ് ax + b dx. സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയ എക്സിന്റെ പ്ലേസിൽ ax + b ആണ് വന്നേക്കുന്നത്. സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയ എക്സിന്റെ പ്ലേസിൽ ax + b. അതായത് എക്സിന്റെ പ്ലേസിൽ ലീനിയർ ടേം വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഇന്റഗ്രേറ്റിംഗ് റിസൾട്ട് തന്നെ യൂസ് ചെയ്യും. സ്റ്റാൻഡേർഡ് ഇന്റഗ്രേറ്റിംഗ് റിസൾട്ട് ഇന്റഗ്രൽ x dx x²/2 + c. therefore ax + b the whole square by 2 + c. ഇതിന്റെ കൂടെ ലീനിയർ ടേമിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് നമുക്ക് ഡിനോമിനേറ്ററിൽ യൂസ് ചെയ്യണം. ലീനിയർ ടേമിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് a, അത് ഡിനോമിനേറ്ററിൽ യൂസ് ചെയ്യണം. അനദർ എക്സാമ്പിൾ ഇന്റഗ്രൽ ഓഫ് sin of 3x + 2 dx. നമുക്കറിയാം ഇന്റഗ്രൽ sin x dx -cos x + c ആണ്. ആ എക്സിന്റെ പ്ലേസിൽ
ലീനിയർ ടേം ആയ 3x plus 2 വരുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്റ്റാൻഡേർഡ് റിസൾട്ട് മൈനസ് കോസ് 3x plus 2 പ്ലസ് സി. എക്സിന്റെ പ്ലേസിൽ ലീനിയർ ടൈം വന്നതുകൊണ്ട് എക്സിന്റെ കോഎഫിഷ്യന്റ് കൂടെ ഡിനോമിനേറ്റർ യൂസ് ചെയ്യണം. എക്സിന്റെ കോഎഫിഷ്യന്റ് 3 ആണ്, അത് ഡിനോമിനേറ്റർ യൂസ് ചെയ്യും. അനദർ എക്സാമ്പിൾ ഇന്റഗ്രൽ sec square 2x dx. ആൻസർ sec square x ന്റെ ഇന്റഗ്രേഷൻ tan x. sec square 2x tan 2x പ്ലസ് c. എക്സിന്റെ കോഎഫിഷ്യന്റ് ഡിനോമിനേറ്ററിൽ യൂസ് ചെയ്യണം. ഇതാണ് ലീനിയർ ടേംസിന്റെ ഇന്റഗ്രേഷൻ. സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ എക്സിന്റെ പ്ലേസിൽ ലീനിയർ ടേം വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് തന്നെ ഫോളോ ചെയ്യാം, ബട്ട് യൂസ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഇൻ ദ ഡിനോമിനേറ്റർ. ഇതും കൂടെ അഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റഗ്രേഷൻ ഇൻ trigonometric functions. നോട്ട് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ടു ഫങ്ഷൻസ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ വിത്ത് ഇന്റഗ്രേഷൻ പിന്നെ ടു ഫങ്ഷൻസ് ആഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇത് ഫോളോ ചെയ്യുന്ന മെത്തേഡ് സെപ്പറേറ്റ് ഇന്റഗ്രൽ യൂസ് ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓഫ് ജി ഓഫ് എക്സ് ഡി എക്സ്. സബ്ട്രാക്ഷനും സിമിലർ മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. സെപ്പറേറ്റ് ഇന്റഗ്രൽ യൂസ് ചെയ്യാം. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. ഇന്റഗ്രേഷൻ അഡീഷന്റെ കേസിലും സബ്ട്രാക്ഷന്റെ കേസിലും നമുക്ക് ഇന്റഗ്രേഷൻ സെപ്പറേറ്റ് യൂസ് ചെയ്യാം. ഇതാണ് ഈ നോട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് എൻട്രി ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ tan സ്ക്വയർ x dx ആണ്. tan സ്ക്വയർ x ന് സ്റ്റാൻഡേർഡ് ഇന്റഗ്രേഷൻ ഇല്ല. സ്റ്റാൻഡേർഡ് റിസൾട്ട് ഇല്ലാത്തപ്പോൾ ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കാം. tan സ്ക്വയർ x നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ട്രിഗണോമെട്രിക് ഇക്വേഷൻ tan സ്ക്വയർ x ന്റെ ഐഡന്റിറ്റി sec സ്ക്വയർ x മൈനസ് 1 ആണ്. ഈ ഐഡന്റിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഐഡന്റിറ്റിയുടെ റൈറ്റ് സൈഡിലുള്ള ബോത്ത് ടേംസ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. sec സ്ക്വയർ x ഇന്റഗ്രേഷൻ ഉണ്ട്, tan x ആണ്. 1 ന്റെ ഇന്റഗ്രേഷൻ ഉണ്ട്, ഇന്റഗ്രൽ 1 dx x ആണ്. അപ്പം ഒരു പെർട്ടിക്കുലർ ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് യൂസ് ചെയ്യുമ്പോൾ ആ ഫങ്ഷൻസ് ഇന്റഗ്രേറ്റിംഗ് ഫങ്ഷൻസുകളായിട്ട് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഈ ടോപ്പിക് ഇന്റഗ്രേഷൻ ഇൻ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം, കോട്ട് സ്ക്വയർ x നെ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഐഡന്റിറ്റി ആയ cosec സ്ക്വയർ x മൈനസ് 1 യൂസ് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ tan സ്ക്വയർ x ന്റെ ഇന്റഗ്രേഷൻ ഫൈൻഡ് ചെയ്യണം. tan സ്ക്വയർ x നെ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ അല്ല, യൂസിങ് ദ ഐഡന്റിറ്റി. tan സ്ക്വയർ x ന്റെ ഐഡന്റിറ്റി ആയ sec സ്ക്വയർ x മൈനസ് 1 യൂസ് ചെയ്യാം. മോർ ദാൻ 1 ടേംസ് ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. then use dx. dx എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റർ ആണ്. ഇന്റഗ്രേറ്റ് എക്സിലുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം dx മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം.
ഇത് ഇന്റഗ്രൽ, ഇത് ഫംഗ്ഷൻ, ഇന്റഗ്രന്റ്, ഇത് ഇന്റഗ്രേറ്റർ. ഒരു ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് 3 കൺസെപ്റ്റുകളാണ് വേണ്ടത്. ഇന്റഗ്രല്, ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇന്റഗ്രന്റ്, ഇന്റഗ്രേറ്റർ. ഇന്റഗ്രേറ്റർ യൂസ് ചെയ്യാതെ നമുക്ക് ഇന്റഗ്രൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. ഇന്റഗ്രല്, ഇന്റഗ്രന്റ്, ഇന്റഗ്രേറ്റർ. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. sec സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ റിസൾട്ട് tan x മൈനസ് 1 വിത്ത് റെസ്പെക്ട് ടു x ഇന്റഗ്രൽ 1 dx ആൻസർ x. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫൈനൽ സ്റ്റെപ്പ് എഴുതുമ്പോൾ ആർബിട്രറി കോൺസ്റ്റന്റ് കൂടെ യൂസ് ചെയ്യണം. കാരണം എല്ലാ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളിലും ഇന്റഗ്രേഷന്റെ കൂടെ c ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു c യൂസ് ചെയ്താൽ മതി, എപ്പോഴും c യൂസ് ചെയ്യേണ്ട കാര്യമില്ല. റീസൺ ആർബിട്രറി കോൺസ്റ്റന്റ് പ്ലസ് ആർബിട്രറി കോൺസ്റ്റന്റ് ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ cot സ്ക്വയർ x dx. cot സ്ക്വയർ x ന് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഐഡന്റിറ്റി യൂസ് ചെയ്യും. ഇന്റഗ്രൽ യൂസ് ചെയ്യുക, ഐഡന്റിറ്റി എക്സ്പ്രസ് ചെയ്യുക. ഐഡന്റിറ്റി മോർ ദാൻ 1 ടേംസ് ഉള്ളതുകൊണ്ട് മസ്റ്റ് ആയിട്ട് ബ്രാക്കറ്റ് വേണം. ദെൻ ഇന്റഗ്രേറ്റർ. എക്സിലുള്ള ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, dx ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ sec സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ മൈനസ് cot x മൈനസ് 1 ന്റെ ഇന്റഗ്രൽ x പ്ലസ് c. Next question. Integral of sin square x dx. ഈ sin square x നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ sin square x ന്റെ ഐഡന്റിറ്റി യൂസ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഐഡന്റിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഐഡന്റിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ടിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള ഐഡന്റിറ്റീസുകൾ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റിസൾട്ട് പ്ലസ് 1 പെട്ട് 1 മൈനസ് കോസ് ടു എക്സ് 2 സൈൻ സ്ക്വയർ എക്സ്. ഈ റിസൾട്ട് യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് ഇതിനെ 2 നെ ലെഫ്റ്റിൽ കൊണ്ടുവരാം. അപ്പൊ സൈൻ സ്ക്വയർ എക്സിന്റെ ആൻസർ 1/2 into 1 minus cos 2x. പ്രോബ്ലത്തിൽ എക്സ്പ്രസ് ചെയ്യാം. റീസൺ 1 ന് ഇന്റഗ്രേഷൻ ഉണ്ട്, cos 2x ന് ഇന്റഗ്രേഷൻ ഉണ്ട്. ഇന്റഗ്രൽ ഈ റിസൾട്ട് എഴുതുമ്പോൾ ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ പ്രത്യേകത കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ എന്നാണ്. കോൺസ്റ്റന്റ് 1/2 ഫംഗ്ഷൻ 1 മൈനസ് കോസ് 2x. കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ കാൽക്കുലേഷനിൽ ഏത് പ്രോബ്ലം ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇവിടെ കോൺസ്റ്റന്റ് 1/2 ആണ്, 1/2 നെ ഔട്ട്സൈഡ് എക്സ്പ്രസ് ചെയ്യാം. 1 മൈനസ് കോസ് 2x. ഫംഗ്ഷൻ ഇന്റഗ്രലിന്റെ ഇൻസൈഡ് എക്സ്പ്രസ് ചെയ്യും dx. Then integrate it. 1/2 into integral 1 dx x minus cos 2x ന്റെ ഇന്റഗ്രൽ sin 2x. ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. cos x ന്റെ ഇന്റഗ്രൽ ആണ് cos x ന്റെ ഇന്റഗ്രൽ ആണ് sin x. cos 2x ന്റെ ഇന്റഗ്രൽ sin 2x വരും. x ന്റെ പ്ലേസിൽ ലീനിയർ ടേം ആണ്. x ന്റെ പ്ലേസിൽ ലീനിയർ ടേം വന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ ദ ഇന്റഗ്രേഷൻ we have to use the coefficient of x in the denominator ആണ്. അപ്പോൾ നമ്മൾ x ന്റെ coefficient ഡിനോമിനേറ്റർ യൂസ് ചെയ്യും പ്ലസ്. ഇനി നിങ്ങൾക്ക് 1/2 യൂസ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ആൻസർ ആവും. (1/2x minus 1/4 2 into 2 4 sin 2x plus c. Next question.
ഇന്റഗ്രൽ cos square x dx. cos square x ന് വേണ്ടി യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ 1 പ്ലസ് cos 2x ആണ്. 1 പ്ലസ് cos 2x ന്റെ ഐഡന്റിറ്റി 2 cos square x ആണ്. അങ്ങനെയാണെങ്കിൽ cos square x എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 2 നെ ലെഫ്റ്റ് കൊണ്ടുവന്ന 1/2 into 1 plus cos 2x. then നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ 1/2 കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൈറ്റ് ഔട്ട്സൈഡ് ദ ഇന്റഗ്രൽ into 1 plus cos 2x dx. Next step 1/2 into 1 with respect to x, answer x, plus cos 2x in integral sin 2x by x ന്റെ കോഎഫിഷ്യന്റ് ഡിനോമിനേറ്ററിൽ യൂസ് ചെയ്യണം. റീസൺ cos 2x ല് cos x ആണ് സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഇവിടെ x ന്റെ പ്ലേസിൽ ലീനിയർ ടേം ആണ് വന്നിരുന്നു. അപ്പോൾ ലീനിയർ ടേം വന്നു കഴിഞ്ഞാൽ x ന്റെ കോഎഫിഷ്യന്റ് ഡിനോമിനേറ്ററിൽ എക്സ്പ്രസ് ചെയ്യണം. പ്ലസ് c. ഇനി 1/2 യൂസ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. 1/2 x plus 2 2s are 4 1/4 sin 2x plus c. Next question. Integral sin x cos x dx. ഇന്റഗ്രൽ sin x cos x dx എന്ന് പറയുമ്പോൾ sin x cos x നെ നമുക്ക് പ്രോഡക്റ്റ് ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനും ഐഡന്റിറ്റി ഉണ്ട്. നമ്മൾ +1 ൽ പഠിച്ച sin 2x ന്റെ ഇക്വേഷൻ ആയി യൂസ് ചെയ്യുന്നു. sin 2x ന്റെ ഇക്വേഷൻ 2 sin x cos x. ആ 2 നെ ലെഫ്റ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ റൈറ്റ് ഇരിക്കുന്ന 2 നെ ലെഫ്റ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രേറ്റബിൾ ആവും. sin x cos x. therefore sin x cos x ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട റിസൾട്ട് 1/2 sin 2x ആണ്. sin x cos x ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഐഡന്റിറ്റി ആയ 1/2 sin 2x യൂസ് ചെയ്യണം. 1/2 കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ്. കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൈറ്റ് ഔട്ട്സൈഡ് ദ ഇന്റഗ്രൽ. then sin 2x is the function inside this. 1/2 into sin 2x ന്റെ ഇന്റഗ്രേഷൻ sin 2x ന്റെ ഇന്റഗ്രേഷൻ sin x ന്റെ ഇന്റഗ്രേഷൻ minus cos x plus c ആണ്. sin 2x ന്റെ ഇന്റഗ്രൽ minus cos 2x by x ന്റെ കോഎഫിഷ്യന്റ് ഡിനോമിനേറ്ററിൽ യൂസ് ചെയ്യും plus c. so the final answer minus 1/4 cos 2x plus c. നമ്മൾ 5 പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഈ 5 പ്രോബ്ലംസിനും സ്റ്റാൻഡേർഡ് റിസൾട്ട് ഇല്ല. അതുകൊണ്ട് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് യൂസ് ചെയ്താണ് അതിനെ നമ്മൾ ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതൊന്ന് നമുക്ക് ജനറൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. tan square x നെ ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ട്രിഗണോമെട്രിക് ഇക്വേഷൻ sec square x minus 1. cot square x നെ ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷൻ cosec square x minus 1. sin square x നെ ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷൻ 1/2 into 1 minus cos 2x. cos square x നെ ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷൻ 1/2 into 1 plus cos 2x. sin x cos x നെ ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷൻ 1/2 into sin 2x.
ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഐഡന്റിറ്റീസ് യൂസ് ചെയ്ത് ലെങ്തി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അല്ലെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്റഗ്രൽ sin raised to 4x dx. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ഇന്റഗ്രേഷനെക്കാട്ടിയും ഇമ്പോർട്ടന്റ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസിലോട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്റഗ്രേഷൻ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, നമ്മൾ അതിനെ ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ sin raised to 4x നമുക്ക് എങ്ങനെ ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കും. sin raised to 4x can be written as sin square x the whole square. നെക്സ്റ്റ് സ്റ്റെപ്പ്, sin square x നെ ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഐഡന്റിറ്റി നമുക്കറിയാം. sin square x ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഐഡന്റിറ്റി 1/2 into 1 minus cos 2x. ഈ ഐഡന്റിറ്റി ബ്രാക്കറ്റിന്റെ ഇൻസൈഡ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, സ്ക്വയർ അപ്ലൈ ചെയ്യുക. 1/2 സ്ക്വയർ 1/4, 1 minus cos 2x the whole square. Then expand it using a minus b the whole square. A square plus b square minus 2ab. അടുത്ത സ്റ്റെപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഇന്റഗ്രേഷൻ ഉണ്ട്, cos 2x ഇന്റഗ്രേഷൻ ഉണ്ട്. ബട്ട് cos square 2x ഇന്റഗ്രേഷൻ ഇല്ല, സ്റ്റാൻഡേർഡ് റിസൾട്ട് അല്ല. അപ്പൊ ഈ cos square 2x നെ നമുക്ക് ഐഡന്റിറ്റി യൂസ് ചെയ്ത് ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം cos square x നെ ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷൻ 1/2 into 1 plus cos 2x ആണ്. അങ്ങനെയാണെങ്കിൽ cos square 2x cos square x ഉം cos square 2x ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ x ന്റെ പ്ലേസിൽ 2x വന്നേ ഉള്ളൂ. അപ്പൊ റിസൾട്ടിലെല്ലാം x ന്റെ പ്ലേസിൽ 2x വന്നാൽ മതി. 1/2 into 1 plus cos 2 into x ന്റെ പ്ലേസിൽ 2x കൊടുക്കുക. അപ്പൊ 2 into 2x 4x. x ന്റെ പ്ലേസിൽ 2x യൂസ് ചെയ്യുക. അപ്പൊ ആൻസർ ഇങ്ങനെ കിട്ടും 2 into 2x, ആൻസർ 4x. cos square 2x നെ ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷൻ 1/2 into 1 plus cos 4x. 1 plus using the identity 1/2 into 1 plus cos 4x minus 2 cos 2x. ഇനി LCM ഫൈൻഡ് ചെയ്യുക. 1/4 into LCM 2 ആണ്, 2 plus 1 plus cos 4x minus 4 cos 2x. Next step, 4 2s are 8, 2 plus 1 3 minus 4 cos 2x plus cos 4x. ഈ ബ്രാക്കറ്റിന്റെ ഇൻസൈഡ് ഉള്ള 3 ടേംസ് ചെക്ക് ചെയ്താലും അതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യാവുന്ന റിസൾട്ടുകളാണ്. ഇനി ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി. 1/2 കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ റൈറ്റ് ഔട്ട്സൈഡ് ദ ഇന്റഗ്രൽ, then 3 minus 4 cos 2x plus cos 4x dx. 1/8 into 3 യുടെ ഇന്റഗ്രൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇന്റഗ്രൽ 1 dx x plus c. Integral 3 dx, 3 is the constant multiple right outside the integral dx. Integral dx x, so the answer 3x plus c. ഇനി നമുക്ക് ജനറൽ ആയിട്ട് പറയാം ഇന്റഗ്രൽ 4 dx 4x plus c, ഇന്റഗ്രൽ k dx kx plus c, ഇന്റഗ്രൽ 6 dx 6x plus c. 3D ഇന്റഗ്രൽ
with respect to x 3x minus 4 cos to x ന്റെ ഇന്റഗ്രൽ sin to x. റീസൺ cos x ന്റെ ഇന്റഗ്രൽ sin x ആണ്, which is in the place x becomes a linear term. x ന്റെ പ്ലേസിൽ ഒരു ലീനിയർ ടേം ആണ് എക്സിസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് x ന്റെ കോഎഫിഷ്യന്റ് ഡിനോമിനേറ്ററിൽ എക്സ്പ്രസ് ചെയ്യണം. പ്ലസ് cos 4x ന്റെ ഇന്റഗ്രൽ sin 4x, അവിടെയും x ന്റെ പ്ലേസ് ലീനിയർ ടേം ആണ്. ആ ലീനിയർ ടേമിന്റെ കോഎഫിഷ്യന്റ് ഡിനോമിനേറ്ററിൽ യൂസ് ചെയ്യുക. പ്ലസ് ഈ 2 4 ക്യാൻസൽ ചെയ്യും. 1/8 കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. 3/8 x മൈനസ് 1/8 യൂസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ 2 കട്ടായി പോകും. 1/4 sin 2x പ്ലസ് 1/32 sin 4x plus which is the answer. Next question, ഇതേപോലെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ cos raised to 4x dx. പ്രീവിയസ് പ്രോബ്ലം ഡിസ്കസ് ചെയ്താണ് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. cos raised to 4x cos square x the whole square. cos square x നെ ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷൻ 1/2 into 1 plus cos 2x the whole square. ഈ സ്ക്വയർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സ്ക്വയർ അപ്ലൈ ചെയ്യുമ്പോൾ 1/2 ന്റെ സ്ക്വയർ 1/4, 1 plus cos 2x ന്റെ സ്ക്വയർ 1 plus cos 2x the whole square, 1/4 into expand it a plus b the whole square, a square plus b square plus 2a. പ്രീവിയസ് പ്രോബ്ലം ഡിസ്കസ് ചെയ്ത കണക്കാണ്. 1 ന് ഇന്റഗ്രേഷൻ ഉണ്ട്, cos 2x ന് ഇന്റഗ്രേഷൻ ഉണ്ട്, cos square 2x ന് ഇന്റഗ്രേഷൻ ഇല്ല. cos square 2x നെ ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്താണ്. cos square x നെ ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷൻ 1/2 into 1 plus cos 2x. cos square 2x നെ ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷൻ 1/2 into 1 plus cos 4x. ആ x ന്റെ പ്ലേസ് 2x യൂസ് ചെയ്താൽ മാത്രം മതി. 1/4 into 1 plus cos square 2x നെ ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷൻ 1/2 into 1 plus cos 4x plus 2 cos 2x. Take the LCM inside the bracket. 2 is the LCM. 2 plus 1 plus cos 4x plus 4 cos 2x. 1/4 into 4 into 2 8, 2 plus 1 3, 4 cos 2x plus cos 4x. നെക്സ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. കാരണം ബ്രാക്കറ്റിന് ഇൻസൈഡ് ഇരിക്കുന്ന 3 ടേംസും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന റിസൾട്ടുകളാണ് ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. One by 8 is the constant multiple right outside the integral. 3 plus 4 cos 2x plus cos 4x dx. 1/8 into previous problem discuss ചെയ്യാണ് integral 3 dx 3x plus c. So the answer 3 integral 3x
സി ഒരുപാട് പ്രാവശ്യം എഴുതേണ്ട ആവശ്യമില്ല, ഓൺലി വൺ ടൈം. ഫോർ cos to x in the integral sin to x, use the coefficient of x in the denominator, cos 4x in the integral sin 4x, use the coefficient of x, use in the denominator, bracket close here plus c. ഈ 1/8 യൂസ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 3/8 x 4 into cancel ആവും. ഇവിടെ റിമൈൻ ചെയ്യുന്ന 2 1/8 ആവുമ്പോൾ 1/4 sin to x plus 1/32 sin 4x plus c. നമുക്ക് ഇന്റഗ്രൽ sin raised to 4x ഉം dx ഉം ഇന്റഗ്രൽ cos raised to 4x dx നും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. രണ്ടും ചെയ്യുന്ന ഒരേ മെത്തേഡാണ്. അതോടൊപ്പം തന്നെ ഇന്റഗ്രൽ sin raised to 4x dx ന്റെ ആൻസറിൽ മൈനസ് ടേം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇന്റഗ്രൽ cos raised to 4x ന്റെ ടേംസിൽ എല്ലാ ടേംസും പോസിറ്റീവ് ആണ്. രണ്ടിന്റെയും റിസൾട്ടിൽ സിമിലർ ടേംസും ആണ്. ജസ്റ്റ് സൈൻ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. രണ്ടിന്റെയും റിസൾട്ടിൽ സിമിലർ ടേംസുകളാണ്. ഇതേപോലെ നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഐഡന്റിറ്റി കൂടെ ഡിസ്കസ് ചെയ്യാം. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്റഗ്രൽ sin cube x dx. sin cube x നെ ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ട്രിഗണോമെട്രിക് ഇക്വേഷൻ sin 3x ആണ്. sin 3x equal to 3 sin x minus 4 sin cube x ആണ്. ഈ ട്രിഗണോമെട്രിക് ഇക്വേഷൻ sin cube x ഫൈൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് sin cube x നെ ഇന്റഗ്രേറ്റ് ചെയ്യാം. sin cube x ന്റെ ആൻസർ ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും, 1/4 into 3 sin x minus sin 3x. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യണേ cos cube x ന്റെ ഇന്റഗ്രേഷൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യണം. cos cube x ന്റെ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ cos 3x ന്റെ റിസൾട്ട് അറിഞ്ഞാൽ മതി. cos 3x ന്റെ റിസൾട്ട് 4 cos cube x minus 3 cos x. ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് cos cube x നെ ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ട്രിഗണോമെട്രിക് ഇക്വേഷൻ ഡിഫൈൻ ചെയ്യാം. cos cube x is equal to 1/4 into 3 cos x plus cos 3x എന്നുണ്ട്. നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. sin cube x നെ ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷൻ 1/4 into 3 sin x minus sin 3x. അതിൽ 1/4 കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ്. റൈറ്റ് ഔട്ട്സൈഡ് ദ ഇന്റഗ്രൽ. Then function inside the integral. 3 sin x minus sin 3x dx. 1/4 into 3 sin x, constant into function, constant into integral. 3 into sin x ന്റെ integral minus cos x. മൈനസ് ടോപ്പിലായിട്ട് എഴുതണം, മൾട്ടിപ്പിൾ മൈനസ് ആണ്. മൈനസ് sin 3x ന്റെ ഇന്റഗ്രൽ മൈനസ് cos 3x by use the coefficient of x in the denominator. x ന്റെ coefficient 3 ആണ്, അത് ഡിനോമിനേറ്റർ യൂസ് ചെയ്യണം. പ്ലസ് ഇത് നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ആൻസർ കിട്ടും. ഫസ്റ്റ് ടൈം റൈറ്റ് ദ പോസിറ്റീവ് ടൈം. First time write the positive term. 1/4 use ചെയ്ത് ഓപ്പൺ ചെയ്യുക. 1/12 cos 3x minus 3/4 cos x plus c. Next question.
ഇന്റഗ്രൽ കോസ് ക്യൂബ് എക്സ് ഡി എക്സ്. ഇവിടെ തന്നെ റിസൾട്ട് ഉണ്ട്. കോസ് ക്യൂബ് എക്സിനെ ഇന്റഗ്രേറ്റിംഗ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുക. 1/4 is the constant multiple right outside the integral. Then apply the function inside the integral 3 cos x plus cos 3x. Integrate ചെയ്താൽ ആൻസർ ആവും 1/4 into using bracket 3 cos x integral constant into function constant into integral plus cos 3x in integral sin 3x. Then apply the coefficient of x in the denominator plus c. In bracket open ചെയ്താൽ മാത്രം മതി. 3/4 sin x plus 1/12 sin 3x plus c. Which is the answer. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പ്രോബ്ലങ്ങൾ ഇതേപോലെ ഐഡന്റിറ്റീസ് യൂസ് ചെയ്ത് ഡിസ്കസ് ചെയ്യാം.